Celebrating 50 years. Majestic Jewelers. ശ്രീകുട്ടന് ഭക്ഷണവുമായി ആനപ്രേമികളെത്തി. മംഗലം പുല്ലൂണി ചിറ്റേപ്പുറത്ത് കുടുംബത്തിലെ കൊമ്പനാനയായ ശ്രീകുട്ടനാണ് അരിയും അവിലും പഴവർഗ്ഗങ്ങളും പനമ്പട്ടയുമായി മാങ്ങാട്ടിരിയിലെ ആനപ്രേമികളുടെ കൂട്ടായ്മ എത്തിയത്. ഒരു വർഷം മുമ്പാണ് ഈ കുടുംബം ശ്രീകുട്ടനെ വാങ്ങിയത്. പുല്ലൂണി ചിറ്റേപ്പുറത്ത് ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അംഗമായ രാമകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് കൊമ്പനെ വാങ്ങിയത്. തിരൂർ മേഖലയിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ആന സ്വന്തമായത് നാട്ടുകാർ ആഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ കോവിഡ് എന്ന മഹാമാരി എത്തിയതോടെ ശ്രീകുട്ടനെ എഴുന്നള്ളിപ്പിനും മറ്റും കൊണ്ടുപോകാൻ കഴിയാതെയായി. പനമ്പട്ടയടക്കം കൊണ്ടുവരാൻ ലോക്ക്ഡൌണും തടസ്സമായി. ഇതേ തുടർന്നാണ് മാങ്ങാട്ടിരിയിലെ സ്വദേശത്തും വിദേശത്തുമുള്ള ആനപ്രേമികൾ ഫണ്ട് സ്വരൂപിച്ച് ആനയ്ക്കും ആനപ്പാപ്പാന്മാർക്കും ഭക്ഷണ കിറ്റുകൾ നൽകിയത്. ഈത്തപ്പഴം, നേന്ത്രപ്പഴം, മൈസൂർ പഴം, അവിൽ, അരി, ശർക്കര, മത്തൻ, തണ്ണിമത്തൻ, ചക്ക, വെള്ളരി തുടങ്ങിയ നിരവധി സാധനങ്ങളാണ് ശ്രീകുട്ടന് നൽകിയത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കെ രാകേഷിന്റെ നേതൃത്വത്തിലാണ് ആനക്ക് ഭക്ഷ്യക്കിറ്റുമായി എത്തിയത്. മാങ്ങാട്ടിരി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ആനയ്ക്കുള്ള ഭക്ഷണം ഇന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആനപ്രേമി സംഘം തീരുമാനിച്ചത്. ഏകദേശം 35ഓളം പ്രവർത്തകർ ഈ ആനപ്രേമി സംഘത്തിനകത്തുണ്ട്. അവർ മുഴുവൻ ആളുകളൊന്നും വന്നിട്ടില്ല. 10ഓളം ആളുകൾ ഗൾഫിലുള്ളവരാണ്. ഒരു മൻസൂർ, നാസർ, ഹബീബ് മറ്റേ കുട്ടൻ തുടങ്ങിയ ആളുകളൊക്കെ ഗൾഫിൽ നിന്നാണ്. അവരൊക്കെയാണ് ഇതിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ. ബാക്കിയുള്ളത് ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും കൂടെ സംഘടിപ്പിച്ചെന്ന് ഈ ഒരു പ്രത്യേക മഹാമാരി കാലത്ത് ആനപ്പാപ്പന്മാരായാലും നിങ്ങൾക്ക് അറിയാലോ, പൂരം കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉത്സവങ്ങളും ഇതൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ ആശ്വാസം. അതുമാത്രമല്ല, നമ്മുടെ പ്രദേശത്തൊരു ആന ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ പണ്ട് തുളുത്തിയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഇപ്പോൾ ഉള്ളൊരു ആന ഇതാണ്. പിന്നെ ടി വിയിൽ ആന ഇരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ആനയാണ്. അപ്പോൾ ആനനെ നമ്മളെ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനപ്രേമി സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ട് ഈ ആനയ്ക്കുള്ള ഭക്ഷണങ്ങളും പാപ്പന്മാർക്കുള്ള കിറ്റടക്കം കൊടുത്തത്. ഈ ആന ഇവിടെ എത്തിയിട്ട് 1 വർഷത്തിനടുത്തായി. ഇപ്പോൾ ഈ സമയത്ത് ഇവരെല്ലാവരും കൂടിയിട്ട് ഈ ചെയ്യണ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ നല്ല കാര്യം. ആനകൾക്കും ആനപ്പാപ്പാന്മാരും ഈ സമയത്താണ് ലേശം ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തായിട്ട് അവരിത് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ്. ആനയ്ക്ക് പട്ട, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലെ പല കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. പല സംഘടനകളും എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവർ 1, 2, 3 പ്രാവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇവർ ചെയ്തത് വളരെ ഒരു പാപ്പാമാർക്കായാലും ആന ഉടമസ്ഥന്മാർക്കായാലും വളരെ ഉപകാരമുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്രയും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ അവർ കൂട്ടായ്മ അവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭക്ഷണത്തിന് നമ്മൾ ഈ ഭാഗങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടുകാരും ചെന്ന് ചോദിച്ചാൽ പട്ട വെട്ടാനൊന്നും ഒക്കെ സമ്മതിക്കാറുണ്ട്. ചില ആളുകൾ വേണ്ടാന്ന് പറയാറുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു മിക്ക ആൾക്കാരുടെ അടുത്തുനിന്ന് നല്ല സഹകരണമാണ്. അപ്പം ചില വീട്ടുകളിൽ പട്ട വെട്ടാനൊക്കെ ചെന്നാൽ അവർ അതിന് വെട്ടാനുള്ള സഹായവും വലിച്ചു കയറ്റാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് ഒരുപാട് ആൾക്കാർ. ചില ആളുകൾ മാത്രമേ വെട്ടണ്ടെന്ന് പറച്ചിലുള്ളൂ. സനൂപ്, വിനീഷ്, ശ്രീകുമാർ, സുബിത്, സജീവ്, മുത്തു, സന്ദീപ് എന്നിവരും നേതൃത്വം നൽകി.